എന്റെ വോട്ട് UDF-ന്. ഞാനത് ഉറപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ ചോദിക്കും വലിയ വാഗ്ദാനങ്ങൾ കണ്ടിട്ടാണോ? ഇതിലും വലിയ വാഗ്ദാനങ്ങളായിരുന്നു 2021 ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ. എന്നിട്ട് അതെല്ലാം നടപ്പിലാക്കിയില്ലയോ? എന്താ സംശയമുണ്ടോ? ഞാൻ കുറച്ച് വായിക്കാം. രാഹുൽ ജിയുടെ ന്യായം പദ്ധതി കേരളത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കാം. എന്നിട്ട് തുടച്ചു നീക്കിയില്ലേ LDF? പെൻഷൻ വർധനവ് എന്താ വർദ്ധിപ്പിച്ചിട്ട് 2000 ആക്കിയില്ലേ LDF? 5 ലക്ഷം വീട്, 5 ലക്ഷം വീടൊക്കെ ക്രോസ് ചെയ്തില്ലേ ലൈഫ് മിഷൻ? എല്ലാവർക്കും ഹൈടെക് വിദ്യാഭ്യാസം. ഇത് തന്നെയല്ലേ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത എന്നേ നടന്നു. PSCക്ക് 3 വയസ്സ് ഇളവ്. PSCക്ക് ഇപ്പൊ 43 വയസ്സ് വരെ എഴുതാം. 40 വയസ്സിന് മുകളിലുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ. ഇവിടെ 35 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തു തുടങ്ങി. പൊതുജന സേവനത്തിന് സുതാര്യമായ പോർട്ടൽ. അതല്ലയുടെ സ്മാർട്ട്. എക്സ്പീരിയൻസ് ബേസ്ഡ് ടൂറിസം. ഇവിടെ എക്സ്പീരിയൻസും കഴിഞ്ഞ് സിനിമ ബേസ്ഡ് ടൂറിസം വരെയായി. വിഴിഞ്ഞം കൊച്ചി മെട്രോ സെക്കൻഡ് ഫേസ്. വിഴിഞ്ഞം ഒക്കെ 17 വർഷം മുന്നേ നടന്നു തുടങ്ങിയില്ലേ? ട്രോമ കെയർ ഉൾപ്പെടുന്ന മികച്ച ആരോഗ്യ സംവിധാനം. അതല്ലയോ കേരളം ഇപ്പൊ രാജ്യത്ത് തന്നെ 1-ാം സ്ഥാനം. ഈ LDF ആണെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയില് 99% ചെയ്തു. തന്റേതല്ലാത്ത കാരണത്താൽ തോറ്റുപോയ UDF-ന്റെ മാനിഫെസ്റ്റോയില് പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ബാക്കിയുണ്ട് UDF-ന്റെ മാനിഫെസ്റ്റോയിൽ. റേഷൻ കട വഴി മുട്ടയും പാലും, അതായത് പ്രോട്ടീൻ റേഷൻ. എന്നെ പോലുള്ള വയസ്സായ ആൾക്കാർക്ക് ഇനിയിപ്പോ പ്രോട്ടീൻ റേഷൻ എങ്കിലും കഴിക്കാം. ഇവരൊക്കെ ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോ എന്തോരം കോമഡിയാ. അപ്പൊ ഇവര് ഭരണത്തിൽ വന്ന എന്ത് രസമായിരിക്കും. എനിക്കിപ്പം ബോറടിച്ചിട്ട് മേല. ഞാൻ മാറ്റിക്കുത്തു. കാരണമൊന്നും പ്രത്യേകിച്ചില്ല, ബോറടി. അതുകൊണ്ട് മാറ്റിക്കുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? കമന്റ് ചെയ്യ്.